ഹലോ, ഈ ലേണിന്റെ നവോദയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെന്റൽ എബിലിറ്റിയുടെ അടുത്ത സെക്ഷൻ ആയിട്ടുള്ള ഫിഗർ മാച്ചിങ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഓക്കെ, കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്താണ് ഫിഗർ മാച്ചിങ്. മാച്ച് ആയിട്ടുള്ള ഫിഗർ കണ്ടെത്തുക. അതായത് നിങ്ങൾക്ക് ഒരു ചോദ്യ ചിത്രം തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ 4 ഉത്തര ചിത്രങ്ങളും തന്നിട്ടുണ്ടായിരിക്കും. എ ബി സി ഡി എന്ന് 4 ഉത്തരത്തിനുള്ള ചിത്രങ്ങളും തന്നിട്ടുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്ന ഫിഗറിന് ഏറ്റവും മാച്ച് ചെയ്യുന്ന ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, എ ബി സി ഡി എന്ന് പറയുന്ന 4 ഓപ്ഷനിൽ നിന്നും ചൂസ് ചെയ്തെടുക്കുക. ഇതാണ് ഫിഗർ മാച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? നോക്കിക്കേ, ഇതില് എന്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഗർ മാച്ചിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിയേ മക്കളെ, സാദൃശ്യങ്ങൾ നിരീക്ഷിക്കാനുള്ള കുട്ടികളുടെ കഴിവ് അല്ലെ. ഒരു ഫിഗർ തന്നെ പല രീതിയിൽ തന്നിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതാണോ ആദ്യം തന്നിരിക്കുന്നതിന് കൃത്യമായിട്ട് ചേരുന്നത് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ ആണല്ലോ? നമ്മൾ ട്വിൻസ് എന്ന് പറയില്ലേ, ഇരട്ടകൾ എന്ന് പറയില്ലേ, ഇരട്ടകളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്രയും ഐഡന്റിക്കൽ ആയിട്ട് ഒരുപോലെ ഇരിക്കുന്ന ഒരു ഫിഗർ തരും, അതിന് ചേരുന്ന മറ്റു ഫിഗർ ആ ഉത്തര ചിത്രത്തിൽ നിന്ന് കണ്ടെത്തുക. നമ്മൾ ആദ്യം ഓഡ് വൺ ഔട്ട് പഠിച്ചപ്പോ പറഞ്ഞില്ലേ 4 ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഫിഗർ മാച്ചിങ്ങിൽ നിന്നും നിങ്ങൾക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ രൂപസാദൃശ്യമുള്ള ഫിഗർ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോന്നിൽ നിന്നും കണ്ടെത്തി അതാത് കോളം എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ, രൂപസാദൃശ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിഗർ മാച്ചിങ് എന്ന് പറയുന്ന സെക്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. നോക്കൂ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇവിടെ ചോദ്യ ചിത്രം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിന് അനുയോജ്യമായിട്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ് 4 ഫിഗർ തന്നിട്ടുള്ളതിൽ അതിനോട് ഏറ്റവും രൂപസാദൃശ്യമുള്ളത് ഏതാണോ അതാണ് നിങ്ങൾ ഉത്തര ചിത്രമായിട്ട് എടുത്തെഴുതേണ്ടത്. നോക്കിയാലോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതേപോലെയുള്ള വേറെ ഫിഗർ ഏതാണ്, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും ചിലത് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതായത് ഡിലീറ്റ് ചെയ്യാൻ മീൻസ് മനസ്സിൽ നോക്കുമ്പോൾ തന്നെ ശരിയാണ്, 2 എണ്ണം അല്ലെ 3 എണ്ണത്തിന് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പൊ തന്നെ നമുക്ക് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതല്ല എന്ന് അനുമാനിക്കാൻ പറ്റും. ഒരു ഉദാഹരണം ടീച്ചർ കാണിച്ചു തരാം. നോക്കിക്കേ, ഈ ചോദ്യ ചിത്രത്തിൽ മുകളിൽ എന്തുണ്ടടാ? നോക്കിയേ, കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലെ, ഇങ്ങനെ ഒരു ഷേപ്പ് മുകളിൽ വന്നിട്ടുണ്ട് ഇല്ലേ? ഇനി ഈ ചിത്രം, ഉത്തര ചിത്രങ്ങളിൽ നിങ്ങൾ നോക്കിയേ, അത് വരാത്ത ഒരു ചിത്രം വന്നിട്ടുണ്ട് ബി. അപ്പൊ ബി എന്തല്ല, ഇതിന് ചേരുന്ന രൂപമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിന് ചേരുന്നത് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നോക്കിക്കേ, ചേരുന്നത് കണ്ടെത്താൻ ഇതിന്റെ ഇരുവശത്തും അല്ലെ, ഈ ചോദ്യ ചിത്രത്തിന്റെ ഇരുവശത്തും എന്തുണ്ടടാ, ഒരു ലൈൻ വരച്ചിട്ട് സർക്കിള് പോലെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇരുവശത്തുമുണ്ട്, 2 വശങ്ങളിലുമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. എയും ഡിയുമാണ് അത്തരം അതേപോലെ സിമിലർ ആയിട്ടുള്ള 2 ചിത്രങ്ങൾ. എന്നാൽ നിങ്ങൾ സി നോക്കിക്കേ, അങ്ങനെ ഒരു ഫിഗർ ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, സിയും നമ്മുടെ ഉത്തര ചിത്രത്തിലെ കറക്റ്റ് ഓപ്ഷൻ അല്ല എന്ന് പറയാം. ഇപ്പൊ തന്നെ ഇവിടുന്ന് 2 ഓപ്ഷൻ കട്ടായി പോയി അല്ലെ, ബിയും കട്ടായി സിയും കട്ടായി. അങ്ങനെയാണെങ്കിൽ എ ആണോ ഡി ആണോ ശരി എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കിയാലോ, ഇതിൽ ഏതായിരിക്കും ശരി? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു മുകളിലെ ഷേപ്പ് എന്താണ്, ഇങ്ങനെ എന്താ ഒരു റാ എഴുതുന്ന പോലെ ഒരു ഷേപ്പ് ആണല്ലേ. ഇവിടെ നോക്കിക്കേ, ഡിക്ക് ആ ഷേപ്പ് ആണോ? അല്ലടാ, അല്ല. എന്താണ് ഡിക്ക്? അതെന്താണ്, ഒരു ട്രയാങ്കിൾ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് മനസ്സിലായി, ഡിയും നമ്മുടെ കറക്റ്റ് ആൻസർ അല്ല. പിന്നെ ഏതാണ് നമ്മുടെ ശരി ഉത്തരം? അതെ, എ ആണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇത്രയും സിമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഫിഗർ മാച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചില ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടും, ചിലത് നമ്മൾ നോട്ടീസ് ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ,
ഈ തന്നിരിക്കുന്ന 5 ചിത്രങ്ങളും നമുക്ക് ഏകദേശം ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ? നോക്കൂ, എല്ലാം ഇലയാണ്, എല്ലാത്തിനും വരകളുണ്ട്, എല്ലാം ഒരേപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിന് ചേരുന്നത് കണ്ടെത്താൻ പറ്റുക? നോക്കിയേ മക്കളെ, ഇവിടെ തണ്ടിന് നീളം കുറവാണ് അല്ലെ? തണ്ടിന് നീളം കുറവാണ്. അപ്പോ തണ്ടിന് നീളം കൂടുതലുള്ളത് ഇതിൽ നിന്ന് നമുക്ക് അപ്പോ തന്നെ കട്ട് ചെയ്യാലോ. ഏതൊക്കെയാണ് അപ്പോ തണ്ടിന് നീളം കൂടുതലുള്ളത്? ഇതിന് തണ്ടിന് നീളം കൂടുതലാണ്, ഇതിനും തണ്ടിന് നീളം കൂടുതലാണ്. ഇവിടെ വരുമ്പോഴും ഏകദേശം എന്താണെടാ, തണ്ടിന് നീളം കൂടുതൽ തന്നെയാണ്. ഇനി നോക്കൂ, ഇത്രയും ചെയ്തപ്പോ തന്നെ നമുക്ക് അടുത്ത ഫിഗർ കിട്ടി അല്ലെ? ഏതാണ് ചേരുന്ന ഫിഗർ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന് അനുയോജ്യമായ ചിത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ഒരു ദൂരം അല്ലെ, ഇവിടെ എന്താണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത്തിരി വലിപ്പം കൂടിയതാണ് അല്ലെ? ഇവിടെയൊക്കെ നോക്കൂ, ഇവിടെയൊക്കെ അങ്ങനെയാണോ? അല്ല. ആക്ച്വലി ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിന് ചേരുന്ന ഫിഗർ ഏതാണെടാ? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണെന്നുള്ളത്. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രൂപസാമ്യം അല്ലെങ്കിൽ രൂപസാദൃശ്യം, ഫിഗർ മാച്ചിങ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ നമ്മളും കൂടെ ഒന്ന് സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ട് പഠിച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ, ഇവിടെ മുകൾ വശം ഇങ്ങനെ എന്താണ്, മുകൾ വശത്ത് ഇങ്ങനെ വന്നു, അതേപോലെ താഴേക്ക് പോയി. മുകൾ വശത്താണ് ഇവിടെ പൊങ്ങി നിൽക്കുന്നത് അല്ലെ? മുകൾ വശത്ത് ഏത് ഭാഗത്താണ്? മുകളിൽ ഇടത്തുവശത്താണ്. മുകളിൽ ഇടത്തുവശത്താണ്. അപ്പൊ മുകളിൽ ഇടത്തുവശത്തല്ലാത്തതെല്ലാം ഇതിൽ നിന്ന് പോവില്ലേ? നോക്കിക്കേ, ഈ ഒന്നാമത്തെ ചിത്രം നോക്കൂ, മുകളിൽ വലത്തുവശത്താണ് പൊങ്ങി നിൽക്കുന്നത്. തെറ്റല്ലേ? അവിടുന്ന് തന്നെ ഇത് തെറ്റാണെന്ന് കിട്ടി. ഓക്കെ, ഇനി എവിടെയാ? ഇവിടെ നോക്കൂ, ഈ ഡി എന്ന് പറയുന്ന ചിത്രം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ എന്താണ്? മുകളിൽ വലതുവശത്താണ് ഉയർന്ന് നിൽക്കുന്നത്. അപ്പൊ എന്താണ്? ഇതും നമ്മുടെ ഉത്തര ചിത്രത്തിൽ വരില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ 2 ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി 2 തന്നിട്ടുണ്ട് അല്ലെ? ഇതിൽ നിന്ന് എളുപ്പം കിട്ടും മക്കളെ. നോക്കിക്കേ, ഇത് ചെറുതാണ് അല്ലെ? ഇതിന് ഉയരം കുറവല്ലേടാ? എന്നാൽ ചോദ്യ ചിത്രത്തിൽ എന്താണ്? ഉയരം കൂടുതലാണ്. അപ്പൊ ഏതേ വരുള്ളൂ? ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള, ഇതിന് മാച്ച് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ഇത്തരത്തിൽ ഡിലീഷൻ മെത്തേഡിലൂടെ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. സാമ്യം ഉള്ളത് കണ്ടെത്താൻ, സാമ്യം ഇല്ലാത്തതെല്ലാം എന്ത് ചെയ്യുക? വെട്ടിക്കളഞ്ഞാൽ മതി. ഓക്കെ, സാമ്യം ഉള്ളത് മാത്രം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയാലോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് എങ്ങനെ ഡിലീഷൻ ചെയ്യാം നിങ്ങളൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെ കേസ്, ഒന്നാമത്തെ കാര്യം, മുകളിൽ എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. മുകളിൽ അല്പം വീതിയൊക്കെ ഉള്ള അല്ലെ, അല്പം നീളമുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് വരച്ചിട്ടുള്ളത്. അപ്പൊ റെക്റ്റാങ്കിൾ അല്ലാത്തതെല്ലാം ആദ്യം തന്നെ ഡിലീറ്റ് ആക്കാം. നോക്കൂ, എ റെക്റ്റാങ്കിൾ ആണോടാ? റെക്റ്റാങ്കിൾ ആണ്, പക്ഷെ ഇതിന് അത്രയും വലിപ്പമുണ്ടോ? ഇല്ല. ഇനി നോക്കൂ, ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ റെക്റ്റാങ്കിൾ ആണോ? അല്ല. അതിനും എന്താണ്? ഇതിന് അത്രയും എന്തില്ല? വലിപ്പമില്ല. അപ്പൊ നമ്മുടെ ആൻസർ ബിയോ സിയോ ആണെന്ന് കിട്ടി. ഇനി ഒറ്റയടിക്ക് കിട്ടും. നോക്കിക്കേ, ബി എന്ന് പറയുന്ന ഫിഗറിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടടാ? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോദ്യ ചിത്രത്തിൽ ഷെയ്ഡ് വല്ലതും ഉണ്ടോ? ഇല്ല, എല്ലാം വൈറ്റ് കളർ ആണ്. സോ ഏതാണ് നമ്മുടെ ആൻസർ? യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തര ചിത്രമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും സിമ്പിൾ ആണ്. നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ചിലത് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്, നമുക്ക് എന്നാലും നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ ഡിലീഷൻ ചെയ്യും? നോക്കും, ഇതിന് എല്ലാം സർക്കിൾ ആണ്. അപ്പൊ ഉത്തര ചിത്രത്തിലും എല്ലാം സർക്കിൾ ആണ്. ഇനി അകത്ത് നോക്കിക്കേടാ, അകത്ത് എന്താ വന്നിട്ടുള്ളത്? അകത്ത് നമുക്ക് ഡാർക്ക് സർക്കിൾ ആണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്? അകത്ത് എന്താണ്? കറുത്ത വൃത്തം അല്ലെ? കറുത്ത വൃത്തമാണ് അകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ കറുത്തതല്ലാത്തതെല്ലാം എന്ത് ചെയ്യാം? എല്ലാം എന്ത് ചെയ്യാം? നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതകത്ത് വെളുത്ത വൃത്തമാണ്, അപ്പൊ അതല്ല. ഡി ഓപ്ഷൻ നോക്കിക്കേ. ഡിയിൽ എന്താണ്? കറുപ്പുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഡി ഓപ്ഷനും വരില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിക്കേ. ഇനി ഒറ്റയടിക്ക് കിട്ടും. ഈ ഫിഗർ നിങ്ങൾ കണ്ടോ? ഈ ഫിഗർ കണ്ടോ? മുകളില് ട്രയാങ്കിൾ മാതിരിയാണുള്ളത് അല്ലെ? എന്നാൽ ഈ ഫിഗർ എന്താണ്? മുകളിൽ പ്ലെയിൻ വരെയാണ്. അപ്പൊ തെറ്റല്ലേ? അപ്പൊ ഇതും എന്തല്ല? നമ്മുടെ സാമ്യമുള്ള ഫിഗർ അല്ല. ദെൻ ഏതാണ് സാമ്യമുള്ള ഫിഗർ? ഓപ്ഷൻ സി ആണ് നമുക്ക് സാമ്യമുള്ള ഫിഗർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ.
വലിയ പാടില്ല, എന്നാൽ അത്ര ഈസിയും അല്ല. അങ്ങനൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൂടുതലും വരിക. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് പെട്ടെന്ന് കിട്ടും. ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. നോക്കിക്കേ, ഓൾമോസ്റ്റ് നമ്മൾ നോക്കുമ്പോ മുകൾ ഭാഗം അല്ലെ, മുകളിൽ ഇവിടെ ഒരു സ്ക്വയർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഉത്തര ചിത്രങ്ങളിൽ 3 സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് താഴത്തെ ഒന്ന് നോക്കിയാലോ. താഴെ എന്താടാ? താഴെ ട്രയാങ്കിൾ അഥവാ ത്രികോണമാണ് വന്നിട്ടുള്ളത്. താഴെ ത്രികോണമാണെങ്കിൽ ബാക്കിയുള്ളത് നോക്കിക്കേ. ബാക്കി ഇവിടെ എന്താണ്? ഇവിടെ ഒരു സ്ക്വയർ ആണ്, ഇവിടെ ഒരു സർക്കിൾ ആണ്, ദെൻ ഇവിടെ അഗെയിൻ സ്ക്വയർ ആണ്. ആൻസർ എന്ത് വരും? കണ്ടോ? ഓപ്ഷൻ സി. വളരെ പെട്ടെന്ന് കിട്ടി. താഴത്തെ ആ ഒരു ഫിഗർ മാത്രം മാച്ച് ആണോ എന്ന് നോക്കിയാൽ മതി. ആൻസർ എന്താണ് കിട്ടിയത്? ഓപ്ഷൻ സി ആണ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. നോക്കിക്കോ, എല്ലാം ഏകദേശം ഒരേ ഷേപ്പാണ്. ഇവിടെ ആകെ വ്യത്യാസം വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? ഇതാ നോക്കിക്കേ, ഈ ഒരു പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വരയ്ക്കാണ് ഇവിടെ വ്യത്യാസം. ബാക്കി എല്ലാം ഒന്നുപോലെയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ വന്നിട്ടുള്ള ലൈൻ കണ്ടോ? ഇങ്ങനെയാണ്, കണ്ടോ? ഈ ഒരു ഷേപ്പാണ് ഇവിടുത്തെ ലൈൻ. ഇതും ഡിഫറെന്റ് അല്ലേടാ? അപ്പൊ എന്ത് പറയാം? ഇതിനകത്തെ എന്താണ്? ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫിഗർ അല്ല. സെക്കൻഡ് ഫിഗർ നിങ്ങളൊന്ന് നോക്കിക്കേ. സെക്കൻഡ് ഫിഗർ ആണ് ഇതുമായിട്ട് മാച്ചിങ് അല്ലേ? നോക്കൂ, കറക്റ്റ് നീളത്തില് അതേ ഷേപ്പിലാണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്? ഫിഗർ വന്നിട്ടുള്ളത്. അപ്പം ബി ആണ് ഇവിടുത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സിയും ഡിയും കൺഫ്യൂസിങ് ആണ്. ബട്ട് നോക്കിക്കേ, ഈ വരച്ചിരിക്കുന്ന ഈ പോയിന്റിലൂടെ പോയിരിക്കുന്ന ഈ ലൈൻ ഇതിന് അത്രയുമുള്ള നീളം ഉണ്ടോടാ? ഇല്ല, നീളമില്ല. അപ്പൊ അത്തരത്തിൽ സൈസും ഇവിടെ എന്താണ്? സൈസിനും ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? ഓരോന്നിന്റെയും വലിപ്പം എത്രയാണ് എന്ന് നമ്മൾ നോക്കി വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊന്ന് നോക്കിക്കേ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നമ്മളെ ഡിലീഷൻ മെത്തേഡ് തന്നെ നമുക്ക് ആദ്യം ചെയ്യാം. നോക്കൂ, ഇത് എസ് പോലെയാണ് ചോദ്യചിത്രം. അപ്പൊ എസ് അല്ലാത്തത് ഡിലീറ്റ് ചെയ്യാം. എസ് അല്ലാത്തത് ഇവിടെ ഏതാടാ? ഇത് എസ് അല്ല അല്ലെ? ഇത് എസിന്റെ രീതിയാണോ? അല്ല. ഇനി 3 ഒരേ ട്രയാങ്കിൾ ആണ് അല്ലെ? 3 ഒരേ നീളത്തിലേക്ക് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ആണ്. അങ്ങനെയുള്ളത് ഏതാടാ? അങ്ങനെയുള്ളത് ഏതാ? ഇത് വരില്ല. അവിടെ അല്ലേ? ഇവിടെ നോക്കൂ, നടുക്കത്തെ ട്രയാങ്കിള് എന്താണ്? അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ എന്താ? ഇവിടുത്തെ രണ്ടിടത്തും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതോ ആണ് നമ്മുടെ ഉത്തര ചിത്രം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ചോദ്യ ചിത്രത്തിൽ രണ്ടറ്റത്തും എന്താടാ? ആരോയാണ്. ആരോ അല്ലേ? ഈ ഉത്തര ചിത്രങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ നോക്കൂ, സിയിൽ വരുമ്പോ ഇത് ആരോയല്ല, ഇത് ആരോ അകത്തേക്ക് ഇരിക്കുകയാണ് അല്ലെ? ഈ ആരോ പുറത്തേക്ക്. എന്നാൽ ഡിയില് രണ്ടിടത്തും ആരോ ഉണ്ട്. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തര ചിത്രം വരിക? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തര ചിത്രം വരിക. ബാക്കി 3 ഇവിടെ എന്തായി പോവും? ഡിലീറ്റ് ആയി പോവും. ക്ലിയർ ആണോ? അപ്പോ ഇത്തരത്തിൽ ഡിലീഷൻ മെത്തേഡ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിൽ എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാല് ആരോയുടെ വ്യത്യാസമായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പം ഏത് ആരോയ്ക്കാണ് വ്യത്യാസം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫിഗറിനെ ഒന്ന് അസസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന താഴത്തെ ആരോയാ. നോക്കിക്കേ, ഈ ബേസിലുള്ള ആരോ വലത്തേക്കാണ് അല്ലെ? ബേസിലുള്ള ആരോ എങ്ങോട്ടേക്കാണ് നോക്കുന്നത്? വലത്തേക്കാണ്. അപ്പൊ വലത്തേക്കല്ലാത്ത ഫിഗർ എല്ലാം തെറ്റെന്നല്ലേ എന്നിന്റെ അർത്ഥം? നോക്കിയാലോ, ഇത് വലത്തേക്കാണ്. അപ്പൊ എ ആവാനുള്ള സാധ്യതയുണ്ട്. ബി നോക്കൂ മക്കളെ, ബി ഇടത്തേക്കാണ്. അപ്പം ബി ഒരിക്കലും എന്ത് വരില്ല? നമ്മളുടെ ഫിഗർ ആൻസർ ഫിഗർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സിയും ഡിയും എന്താണ്? എയെ പോലെ തന്നെ ആരോ വലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമുക്കിനി അടുത്തത് നോക്കൂ, ഈ ആരോ മുകളിലേക്കാണ് പ്രൊജക്ഷൻ അല്ലെ? മുകളിലേക്കല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന ഫിഗർ നോക്കൂ, ഈ ആരോ താഴേക്കാണ്. അപ്പൊ എന്ത് പറയാം? എ എന്തല്ല? നമ്മുടെ ഉത്തര ചിത്രത്തിന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം എ അല്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി നോക്കൂ, ഈ 2 ചിത്രത്തിലും ആരോ മുകളിലേക്കാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആരോ നമ്മൾ നോക്കുമ്പോ ഇത് ഇടത്തേക്കാണ്. ഇവിടെ രണ്ടിടത്തും അത് ഇടത്തേക്കാണ്. അപ്പൊ അതും എന്തല്ല? ഇത് രണ്ടും ഒരുപോലെയാണ്. അപ്പൊ ഇതിലെ വ്യത്യാസം നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല ഇതുവരെ. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് നമ്മൾ ഈ പോകുന്ന ആരോ നമ്മള്
കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ 3 എണ്ണം നമ്മൾ കൺസിഡർ ചെയ്തു. അടുത്തത് ഈ മുകളിലത്തെ ആരോ, മുകളിൽ വലതുവശത്തെ, മുകളിൽ ഇടതുവശത്തെ ആരോയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ മുകളിൽ ഇടതുവശത്തെ ആരോ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അല്ലെ, ഈ വശത്തേക്ക് തന്നെ, ഈ കോർണറിലേക്കാണ് പോയേക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഡി ഫിഗറിൽ നോക്കിക്കേ, ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, തിരിച്ചാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എന്താണ് കിട്ടിയത്? ഏതാണ് ശരിയായിട്ടുള്ളത്? സി ആണ് ശരിയായിട്ടുള്ളത്. ഡി എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ഫിഗർ ആണ്. ഇതുമായിട്ട് ഒരു ആരോയുടെ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ അത് ആലോചിക്കുക. എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോ ചിലപ്പോൾ നമ്മൾ ഈ ആരോ ചിലപ്പോൾ മിസ്സായി പോകും. ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതല്ലേ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇത് ബബിൾ ചെയ്തിട്ട് പോരും. പിന്നെ നമ്മളൊന്ന് നോക്കുമ്പോഴായിരിക്കും അയ്യോ ഇത് അങ്ങനെ അല്ലല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റിലേക്ക്, ഒരു വിഷമത്തിലേക്ക് നിങ്ങൾ പോവരുത്. അപ്പം നല്ലതുപോലെ ഇത്തരത്തിൽ ഒരുപോലെയുള്ള ഫിഗറുകൾ വന്നാൽ എന്ത് ചെയ്യണം? ആരോ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നോക്കി കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് മാത്രമേ ഉത്തരത്തിലേക്ക് എത്താവൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഈ ചോദ്യം വളരെ എളുപ്പമാണ്, നമുക്ക് ചെയ്തു നോക്കാം. നോക്കൂ മക്കളെ, നേരത്തെ പറഞ്ഞ ഡിലീഷൻ ടെക്നിക്ക് തന്നെ ഇവിടെയും ചെയ്യാം അല്ലെ. എല്ലാത്തിനും കൊമ്പുണ്ടല്ലേ, ഇവിടെ 4 എണ്ണത്തിനും കൊമ്പുണ്ട്. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയോ 2 ഡോട്ടാണ് തലഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ 2 ഡോട്ട് ഇല്ലാത്തടം എല്ലാം എന്താണ്? തെറ്റാണ്, നമ്മുടെ കൂട്ടത്തിൽ വരില്ല. അപ്പൊ എന്താ? ഇത് 2 ഡോട്ട് ഇല്ല, ഇവിടെ ഒരു ഡോട്ടേ ഉള്ളൂ. അപ്പൊ എ നമ്മുടെ ഉത്തരമല്ല. ദെൻ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. പിന്നെ ഏതാ ഇല്ലാത്തത്? ഡി എന്ന് പറയുന്നിടത്താണ് 2 ഡോട്ട് ഇല്ല, അവിടെ ഡോട്ടേ ഇല്ല. അപ്പം ഡി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തര ചിത്രത്തിൽ വരുന്നതല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ബി ആണോ സി ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നോക്കിയേ മക്കളെ, ചോദ്യ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഇവിടെ എന്തുണ്ട്? 2 ഇൻറ്റു മാർക്ക് ഉണ്ട് അല്ലെ. ഇവിടെ 2 എടുത്തും 2 ഗുണന ചിഹ്നങ്ങൾ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ ഏതിനകത്താ ഉള്ളത്? സിയിലാണ്. കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഏതാണ് പെർഫെക്റ്റ്ലി മാച്ചിങ് ഫിഗർ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. പെർഫെക്റ്റ് ആയിട്ട് ഇതിന് രൂപത്തിന് സാമ്യതയുള്ള ഫിഗർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. നോക്കിയാലോ? നോക്കൂ, എല്ലാത്തിലും സർക്കിളും ഉണ്ട്, അകത്തൊരു ട്രയാങ്കിളും ഉണ്ട്. അവിടെ നമുക്കൊന്നും കളയാനില്ല. ഓക്കെ, ദെൻ അടുത്ത് എന്ത് ചെയ്യും? അകത്ത് വീണ്ടും ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ എല്ലാത്തിലും ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തിനാണ് വ്യത്യാസം എന്ന് നോക്കിക്കേ. ഈ വന്നിരിക്കുന്ന വരകളിലാണ് ഇവിടെ വ്യത്യാസം അല്ലേടാ. ഈ വരച്ചിരിക്കുന്ന വരകളിലാണ് ഇവിടെ വ്യത്യാസം. ഒന്നാമത്തെ ചിത്രം നിങ്ങൾ നോക്കിക്കേ. മേളിൽ നിന്ന് താഴെ വരെ, മുകളിൽ നിന്ന് താഴെ വരെ ഒറ്റ ലൈനായിട്ടാ പോയേക്കുന്നത്. ഈ ചിത്രത്തിൽ അങ്ങനെയാണോ? അല്ല. അപ്പൊ എ എന്ന് പറയുന്നത് എന്തല്ലടാ? നമ്മുടെ ഉത്തര ചിത്രം അല്ല. ഇനി ബി നോക്കൂ. ബിയിലും സെയിം ആണ്. ബിയില് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഉണ്ട്. നമ്മുടെ ചോദ്യ ചിത്രത്തിലുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇതും എന്തല്ല, ഇതും എന്തല്ല, നമ്മുടെ ഉത്തര ചിത്രത്തിലെ ശരി ഉത്തരമല്ല. ഓക്കെ, ദെൻ സി നോക്കിക്കേ. സി നോക്കുമ്പോ ഓക്കെ ഇവിടെ മുട്ടിയിട്ടില്ല, എല്ലാം ഓക്കെ ഇതുമായിട്ട് പെർഫെക്റ്റ് മാച്ച് ആണെന്ന് തോന്നുന്ന വിധം ഒരു ചിത്രമാണെങ്കിൽ കൂടി ഇവിടെ ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഈ ലൈൻ ഇങ്ങോട്ടേക്ക് മുട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലെ. മൂന്നാമതൊരു ലൈൻ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ട് അല്ലേടാ. അപ്പൊ ഇവിടെ അതില്ലാത്തത് കൊണ്ട് എന്താണ് അതിന്റെ അർത്ഥം? സി എന്ന് പറയുന്നതും തെറ്റാണ്. പെർഫെക്റ്റ് മാച്ചിങ് ഫിഗർ സി അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്തരത്തില് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അസസ് ചെയ്യാൻ കുറച്ച് ടൈം നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, 4 ക്വസ്റ്റ്യൻസിൽ എല്ലാം ഇത്രയും ഡിഫിക്കൽട്ട് ആകണം എന്നില്ല. എല്ലാ ടൈപ്പിൽ നിന്നും ഓരോന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് നമുക്ക് നേരത്തെ ചെയ്ത മെത്തേഡ് ചെയ്യാൻ പറ്റുന്നതാണോ? ഓക്കെ, നേരത്തെ ചെയ്യുന്ന മെത്തേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. കാരണം എന്താടാ? കാരണം എന്താ? എല്ലാ ഫിഗറും ഏകദേശം ഒരുപോലെ ഇരിക്കുകയാണ് അല്ലെ. എല്ലാ ഫിഗറും ഏകദേശം ഒരുപോലെയാണ് അല്ലെ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചെറുതെന്ന് തോന്നിയാലും പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന വ്യത്യാസം. നിങ്ങൾ നോക്കിക്കേ, ഈ സ്ക്വയറിന്റെ വേറെ ഒരു ഭാഗത്തും ഈ വരകൾ ടച്ച് ചെയ്യുന്നില്ല. ഉണ്ടോ? ഇങ്ങനെ വല്ലതും ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാ നോക്കൂ,
എന്നാ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ബിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്, സിയിലും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാ ടച്ച് ഇല്ലാത്തത്? ഏതാണ്? അതെ, ഡി ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ ഡി ആണ് ഈ ചിത്രത്തിന് പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ കാര്യം കേട്ടോ. ഏതെങ്കിലും ഒരു കാര്യം മൈന്യൂട്ട് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഉണ്ടാവും. അത് ശ്രദ്ധിച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കിക്കേ, ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടൈപ്പ് തന്നെയാണ്. ഏതോ ഒരെണ്ണത്തിന്റെ അറേഞ്ച്മെന്റിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നോക്കാം. ഇവിടെ 4 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലേടാ? 4 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ മുകളിലത്തെ ട്രയാങ്കിൾ രണ്ടും എങ്ങോട്ടേക്ക് നോക്കിയിരിക്കുകയാണ്? താഴേക്ക് നോക്കിയിരിക്കുകയാണ് അല്ലെ? നോക്കൂ, ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇതിൽ അങ്ങനെ ഇല്ലാത്ത രണ്ട് ഫിഗർ ഏതാണോ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഇവിടെ കറക്റ്റ് ആണ്, ഇവിടെയും കറക്റ്റ് ആണ്. ഇവിടെ വന്നപ്പോ രണ്ടും ഓപ്പോസിറ്റ് ആണ്, അപ്പൊ ഇത് വരില്ല. ഓക്കെ, ബാക്കി 3 ഫിഗറിലും ട്രയാങ്കിൾസ് താഴേക്ക് ഡൗൺ പൊസിഷനിലേക്ക് നോക്കിയിരിക്കുകയാണ്. ദെൻ നോക്കൂ, താഴത്തെ ട്രയാങ്കിൾ നോക്കിക്കേ. ഒരെണ്ണം മുകളിലോട്ടും ഒരെണ്ണം താഴോട്ടും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ? നോക്കാം, ഇത് രണ്ടും താഴേക്ക് നോക്കുകയാണ്, അപ്പൊ ഇത് വരില്ല. ഇത് രണ്ടും മുകളിലേക്കാണ്, ഇതും വരില്ല. അപ്പൊ ആകെ വരുന്നത് ഏതേ ഉള്ളടാ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും ഉള്ളൂ. വലിയ ടൈം കൺസ്യൂമിംഗ് ഒന്നും അല്ലായിരുന്നു, പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തും? നോക്കിക്കേ, ഏകദേശം എല്ലാം ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ്. നോക്കൂ മക്കളെ, ഇവിടെ 2 എണ്ണം അല്ലെ? ഈ 2 വശത്ത് മുകളിലും താഴെയും വന്നിട്ടുള്ള സർക്കിൾസ് എല്ലാം വൈറ്റ് ആണ് അല്ലെ? വൈറ്റ്. അപ്പം ബ്ലാക്ക് വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാം. ഇത് വരില്ല. ഇവിടെ വന്നിട്ടുള്ള ഫിഗർ നോക്കിയേ, മുകളില് ട്രയാങ്കിൾ ആണ് അല്ലെ? വലതുവശത്ത് മുകളിൽ ട്രയാങ്കിൾ ആണ്. ഇവിടെ ട്രയാങ്കിൾ വരുന്നത് മാത്രം എടുത്താൽ പോരെ? വലതുവശത്ത് മുകളിൽ ട്രയാങ്കിൾ വരുന്നത് ഏതേ ഉള്ളടാ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എന്താണ്? നമുക്ക് സാമ്യമേ ഇല്ലാത്തതാണ്. കണ്ടില്ലേ? ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നോക്കിയേ, ഇതാണ് ഞാൻ പറഞ്ഞത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ആരോ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്. നമ്മൾ നേരത്തെ ഒരു ക്യൂബ് ചെയ്തില്ലേ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കേണ്ടി വരും. ആദ്യം നമുക്ക് നോക്കേണ്ടുന്നത് ഈ പുറമേ ഉള്ള ആരോസ് നമുക്ക് നോക്കിയാലോ? പുറമേ ഉള്ള ആരോസ്, ഓക്കെ, പുറത്തൂടെ പോകുന്ന ആരോസ് ഏത് ഡയറക്ഷനാ? താഴത്തെ ആരോ ഇടതുവശത്തേക്കാണ്. അപ്പൊ ഇവിടെ എല്ലാ എണ്ണവും ഇടതുവശത്തേക്കാണ്. അപ്പൊ ആ പരിപാടി നടക്കില്ല. മുകളിലത്തെ നോക്കൂ, മുകളിലത്തെ എല്ലാം വലതുവശത്തേക്ക്, ഇവിടെയും എല്ലാം വലതുവശത്തേക്ക് അല്ലെ? അതും ചീറ്റിപ്പോയി. ബാക്കി നോക്കാം. നോക്കൂ, ഇത് നോക്കിക്കേടാ, ഇവിടെ മുകളിലോട്ടാണ് അല്ലെ? ഇടതുവശത്തെ ആരോ എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ്. അപ്പൊ മുകളിലേക്ക് അല്ലാത്തതുണ്ടോ? ഇടതുവശത്തെ ആരോ മുകളിലേക്കല്ലാത്ത ഒരെണ്ണം കിട്ടി. നോക്കിക്കേ, ഇവിടെ ഇടതുവശത്ത് ആരോയേ ഇല്ല അല്ലെ? ഒറ്റയടിക്ക് നോക്കുമ്പോ എല്ലായിടും ആരോ ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഇവിടെ എന്തില്ലടാ? ഇടതുവശത്ത് ആരോ ഇല്ല. അപ്പൊ ഇതല്ല. ഡിലീഷൻ ആയില്ലേ? ഒന്ന് ഡിലീറ്റ് ആയി. അടുത്ത നോക്കൂ, വലതുവശത്ത് താഴോട്ടേക്കാണ് ആരോ, എല്ലായിടത്തും താഴോട്ടേക്കാണ് ആരോ. അടുത്ത നമ്മൾ നോക്കുന്നത് എന്താ? ഈ അകത്തേക്ക് ആരോ വന്നേക്കുന്നത്. നോക്കൂ, ചില എല്ലാ ഫിഗറിലും നമ്മുടെ ചോദ്യചിത്രത്തില് ഈ കോർണറിൽ നിന്ന്, ഈ മൂലയിൽ നിന്ന് അകത്തേക്ക് വരച്ചേക്കുന്ന ആരോ അകത്തോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേടാ, പുറത്തേക്കാണ് അല്ലെ? അപ്പൊ എന്ത് വരില്ല? ഇതും നമ്മുടെ ഫിഗറിന് സാമ്യമുള്ളതല്ല. ബാക്കി രണ്ടും അത് തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അകത്തിരിക്കുന്ന ആരോയ. ഓക്കെ, ഈ കുഞ്ഞ് സ്ക്വയർ കണ്ടില്ലേ? അതിന്റെ ആരോ നോക്കിയാലോ? നോക്കൂ, അതിന്റെ ആരോ ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും, രണ്ടിലും അത് തന്നെയാണ്. ഇവിടെയോ 2 എണ്ണവും മുകളിലേക്കാണ്. 2 എണ്ണം എന്താണ്? മുകളിലേക്കാണ്. ഇതാണ്ട് നോക്കി, ഈ വരച്ചിരിക്കുന്നത് രണ്ടും മുകളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏതാണ് കറക്റ്റ് വരിക നോക്കിക്കേ. ഈ ഡി ഓപ്ഷനിൽ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും അല്ലേടാ? അപ്പൊ സി നോക്കൂ, സി പക്ഷെ എന്താണ്? രണ്ടും മുകളിലേക്കാണ്. അതുകൊണ്ട് സി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തില് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ച് വേണം എക്സാമിന് പോവാൻ. അത് നല്ല ഡീപ്പായിട്ട് നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയേ? ഡിലീഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിക്കേ,
ഇവിടെ നിന്ന് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ഓപ്പോസിറ്റ് സൈഡ് വരെ ഉണ്ട് അല്ലെ. ഇവിടെ എങ്ങനെയുണ്ടോ? ഇല്ല. അപ്പൊ ഒറ്റയടിക്ക് എ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്യാൻസൽ ആയി. ദെൻ നോക്കിയേ മക്കളെ, ഇവിടെ രണ്ട് ട്രയാങ്കിൾ അല്ലെ, ഇങ്ങനെ ഒരു രണ്ട് ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അവിടെ ഫോം ചെയ്യാത്തത് ഏതെങ്കിലും ഉണ്ടോ? ഓ, ഇതാണ്ട് ഈ രണ്ട് ട്രയാങ്കിളും താഴെ മുട്ടുന്നുണ്ടോടാ? ഇല്ല. കണ്ടില്ലേ, ഈ രണ്ട് ട്രയാങ്കിള് താഴെ മുട്ടുന്നില്ല അല്ലെ, നടുക്ക് കിടക്കാണ്. അപ്പൊ അത്തരത്തിലുള്ള ട്രയാങ്കിൾ നോക്കിക്കേ, അത്തരത്തിലുള്ള ട്രയാങ്കിൾ ഇവിടെ രണ്ടിടത്തേ ഉള്ളൂ. ഇത് തെറ്റാണ്. അപ്പൊ ബിയും നമുക്ക് എന്ത് വരില്ല? ഉത്തരചിത്രത്തിൽ ഉണ്ടാവില്ല. ഇനി നോക്കൂ, ഇവിടെ വേറെ വരകളൊന്നുമില്ല. ഈ ട്രയാങ്കിൾ താഴോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവ തമ്മിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെയും അങ്ങനെ തന്നെയല്ലേ, ഈ ട്രയാങ്കിള് താഴേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, ഇവ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഈ ഫിഗർ നിങ്ങൾ കണ്ടോ? മുകളിൽ രണ്ടെണ്ണം തമ്മിൽ ഒരു ജോയിന്റ് പോയിട്ടുണ്ട്. അങ്ങനെ പോകേണ്ടുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതിൽ ഏതാണെടാ കറക്റ്റ് വരിക? കറക്റ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് ഇതില് മാച്ചിങ് ഫിഗർ ആയിട്ട് എടുക്കാൻ പറ്റുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതും കുറച്ച് ട്രിക്കി ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് നോക്കിയാലോ? നോക്കൂ, സ്ക്വയർ ഉണ്ട്, എല്ലാത്തിലും സ്ക്വയർ ഉണ്ട്. എല്ലാത്തിലും സ്ക്വയർ ഉണ്ടോ? ഇല്ല. ഇവിടെ നോക്കൂ, ഇത് സ്ക്വയർ ആണോ? ഇത് സ്ക്വയർ അല്ല, ഇതൊരു സ്റ്റാർ ഷേപ്പ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഡി അല്ല. ഓക്കെ, ഡി അല്ല. ദെൻ അടുത്ത നോക്കിക്കേ, അടുത്ത വ്യത്യാസം എന്താണ്? ഇവിടെ 1 2 3 4 ഇങ്ങനെ സ്റ്റാർ പോലെ 4 വരകളുണ്ട്. 4 വര ഇല്ലാത്തതല്ല, അപ്പൊ പോവില്ലേ? ഇതിൽ 2 വരയുള്ളൂ, അപ്പൊ എയും അല്ല. ഓക്കെ, ഇവിടെ രണ്ടെണ്ണത്തിൽ ഇനി ഏതാണ് കറക്റ്റ് എന്നാണ് നോക്കേണ്ടത്. പെട്ടെന്ന് ഉത്തരം കിട്ടും. നോക്കിക്കേ, ഈ സി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ എക്സ്ട്രാ ഒരു ലൈൻ വന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെയും ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇങ്ങനെ എക്സ്ട്രാ ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തുമല്ല, സി എന്ന് പറയുന്നതും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അവസാനം ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ബി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഫിഗർ ആണ് നമ്മുടെ പെർഫെക്റ്റ്ലി മാച്ചിങ് ഫിഗർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേടാ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ എന്താ പ്രത്യേകത? നമ്മൾ പറഞ്ഞു 4 എണ്ണവും ഒരുപോലെ ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ ഒരു ലീഫിന്റെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഒരു ഇലയുടെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതുപോലെയാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇവിടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരു കാര്യം പറയാം. മൂന്നെടുത്തും എന്താണ്? ഒരു 4 സൈഡഡ് ഫിഗർ ആണ് ഈ വെച്ചിരിക്കുന്നത്. ഒരു പാരലലോഗ്രാമിനെ ഇങ്ങനെ മെർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ പാരലോഗ്രാം അല്ലാത്ത 4 സൈഡ് ഇല്ലാത്ത ഫിഗേഴ്സ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ആക്കാം. സിയിലുണ്ടോ? സിയിലില്ലടാ. ഇവിടെ ഉണ്ടോ? ഇവിടെയും ഇല്ല. അപ്പൊ സിയും ഡിയും ഒറ്റ നോട്ടത്തിൽ ക്യാൻസൽ ആയി. ഇനി നമുക്ക് അറിയേണ്ടത് എ ആണോ ബി ആണോ? നോക്കിയിട്ട് ഒരു രക്ഷയില്ല, എയും ബിയും ഏറെക്കുറെ ഐഡന്റിക്കൽ ആണ്. അപ്പൊ ഒരു കാര്യം നോക്കിക്കേ, ഇവിടെ ഇതാണ് കേട്ടോ, ഇവിടെ ഈ ഒരു സിലിണ്ടർ ഷേപ്പ് അല്ലെ, ഒരു വളഞ്ഞിരിക്കുകയാണ്. എഡ്ജസ് എല്ലാം എന്താണ്? വളഞ്ഞിരിക്കുകയാണ്. കേർവ്ഡ് എഡ്ജസ് ആണ് ഇവിടെ എല്ലാം. പക്ഷെ ഈ ഒരു ഫിഗർ നോക്കിക്കേ, കറക്റ്റ് എല്ല് പോലെ അല്ലെ, ഒരു 90 ഡിഗ്രി ആംഗിൾ ആണ് ഇവിടെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? ബിയും അല്ല. അവസാനമുള്ളത് ഏതാണ്? എ ആണ് നമ്മുടെ പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കിട്ടിയത് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എഡ്ജും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ എഡ്ജ് നല്ല കേർവ് ഷേപ്പ് ആണ്, വളഞ്ഞിരിക്കുന്ന എഡ്ജ് ആണ്. എന്നാൽ ഇവിടെ എന്താണത്? ഇവിടെ ഒരു 90 ഡിഗ്രി ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇനി ഈ ഫിഗർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് ഭയങ്കര പെട്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ഫിഗറാണ്. പക്ഷെ ഒറ്റയടിക്ക് കിട്ടും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഞാൻ ഇത്രയും പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഏതാടാ? നോക്കൂ, ഇവിടെ ഇങ്ങനൊരു ട്രയാങ്കിൾ, ഒരു കുഞ്ഞി ട്രയാങ്കിൾ ഇവിടെ വരുന്നുണ്ട്. അതിവിടെ എവിടെയാ വരുന്നത്? നോക്കി പോകുമ്പം എക്കില്ല, ബിയിലില്ല, സിയിലും ഇല്ല. പിന്നെ എവിടെയുള്ളത്? ഡിയിലുണ്ടല്ലേ. ഡിയിൽ ഇതാ നോക്കൂ, അതേ ഷേപ്പ് ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മക്കളെ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിക്കേ, ഈ ഒരു ഫിഗർ നോക്കിയേ. നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. നോക്കിക്കേ, ഇതിന്റെ സെന്ററിൽ എന്താ കൊടുത്തിട്ടുള്ളേ? സെന്ററിൽ 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാണ് അല്ലെ. ഇതേ രീതിയിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുള്ള ഒരു ഫിഗറേ ഉള്ളൂ ഇവിടെ. അതേതാ?
അതെ ഡി ആണ്. വേണമെങ്കിൽ നിങ്ങൾ സി പറയും, പക്ഷെ സിയിൽ ഒരു പ്രശ്നം എന്താടാ നോക്കൂ, ഇവിടെ അകത്ത് വേറൊരു ഷേപ്പ് ആണ് അല്ലെ, ഒരു ഓവൽ ഷേപ്പ് വന്നിട്ട് അതിനെയാണ് ഇന്റർസെക്ട് ചെയ്ത് വിട്ടേക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഡിയിൽ എന്താണ്, ഡിയിൽ കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനെ തന്നെയാണ് ഇന്റർസെക്ട് ചെയ്ത് 2 ലൈൻ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏത് വരും, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ പെർഫെക്റ്റ് മാച്ചിങ് ഫിഗർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യനോ, ഇതിനെന്താ പ്രത്യേകത? ഇതും ഈസിയാണ്. ഇതിലാകെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് നോക്കൂ, ഈ സർക്കിൾ അല്ലെ, ഈ ഡാർക്ക് സർക്കിൾ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് കളർ സർക്കിൾ അല്ലെ ഈ ബ്ലാക്ക് ഡോട്ട് എവിടെയാ വന്നിട്ടുള്ളത്, ഏത് പൊസിഷനിലാടാ നോക്കൂ, നമ്മുടെ ഇടതുവശത്തു മുകളിൽ. അങ്ങനെ വരുന്ന ഒറ്റ ഫിഗറേ ഉള്ളൂ, അത് ഓപ്ഷൻ ഡി ആണ്. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടി അല്ലേ? എന്താ സന്തോഷം, ഒറ്റയടിക്ക് കിട്ടിയപ്പോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന് പെർഫെക്റ്റ് മാച്ചിങ് ഫിഗർ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത നോക്കാം. ഓക്കെ, ഈ ഫിഗർ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതും എല്ലാം ഐഡന്റിക്കൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ വലിപ്പം നോക്കണം, ഒന്ന് സൈസ് നോക്കുക. ഓക്കെ, മറ്റുള്ളത് ഇതിന്റെ മുകളിലത്തെ ഈ ഫിഗറും നോക്കാം. ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത് നോക്കൂ മക്കളെ, ഒരു സ്ക്വയറിനെ ടിൽറ്റ് ചെയ്ത് അല്ലെ, ചരിച്ചു കൊടുത്തിരിക്കുകയാണ് അല്ലെ. ഒരു നമ്മൾ ഇതിന് എന്താ പറയുന്നത്, ഒരു ഡയമണ്ട് ഷേപ്പ്, അങ്ങനെ ഒരു പലഹാരമില്ലേ ഇങ്ങനെ ഡയമണ്ടിൽ ഇരിക്കുന്ന ഈ ഒരു ഷേപ്പാണ് ഈ മുകളിൽ കാണുന്നത് അല്ലെ. ഇവിടെ അതില്ലാത്ത ഷേപ്പ് ഏതൊക്കെയാണോ അല്ലെ ഫിഗർ ഏതൊക്കെയാണോ അത് നമുക്ക് ഡിലീറ്റ് ആക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആ ഷേപ്പ് തന്നെയാണ്, ഇവിടെയും സെയിം ആണ്, ഇവിടെ അതല്ല. അപ്പൊ ഇതെന്തല്ല, സി നമ്മുടെ ആൻസറിൽ വരില്ല. ഇവിടെയും ഒരു സ്ക്വയർ ആണ്, സോ ഇതും വരില്ല. ഇനി മത്സരം ഇവര് തമ്മില്ല, ഇവരിൽ ആരെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കിയേ, കിട്ടി, ഉത്തരം കിട്ടി. നോക്കിക്കേ, ഇത് വീതി കൂടിയതാണ് അല്ലെ, ഇത് വീതി കൂടിയതാണ്. അപ്പൊ വീതി കൂടിയത് ഇതാണോ? കിട്ടിയില്ലേ? ഓപ്ഷൻ എ ആണ് വീതി കൂടിയത്. ബിക്ക് വീതി ഉണ്ടോ? ഇല്ല, ബി ചെറുതായിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇനി ഇതുകൂടെ നോക്കിക്കേ, ഇതേതാണ്? ഇത് ഈക്വൽ ടു ആണ്. ഇടതുവശത്ത് ഒരു പകുതിയിൽ ഈക്വൽ ടു ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇടതുവശത്ത് ഇല്ലാത്തതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പം ഇവിടെയും ഇടതാണ്, ഇവിടെയും ഇടതുവശമാണ്. അപ്പം ബാക്കി 2 ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി. ഓക്കെ, ഇനി ഇത് നോക്കൂ, മുകളിൽ പ്ലസും താഴെ ഇൻറ്റു ആണ് വന്നിട്ടുള്ളത്. മുകളിൽ പ്ലസും താഴെ ഗുണന ചിഹ്നവും. ഇവിടെ അങ്ങനെയാണോ? അല്ല. അപ്പൊ ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? അപ്പം ഇത്രയുമാണ് നമുക്ക് ഫിഗർ മാച്ചിങ് എന്ന് പറയുന്ന പോർഷന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മീഡിയം ലെവൽ ഉണ്ടായിരുന്നു, ഈസി മെത്തേഡ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു എബോവ് ആവറേജ് അല്ലെ, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓഡ് വൺ ഔട്ട് കണ്ടെത്തിയതുപോലെ ഫിഗർ മാച്ചിങ്ങും ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് 4 ക്വസ്റ്റ്യൻ ആണ്. 4 ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നല്ലതുപോലെ പഠിക്കുക. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, ഒന്നിച്ച് നമുക്ക് നവോദയ ക്രാക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.